ബാക്ക് ഓൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മൂന്നാറിലാണ്. ഇന്ന് ഡിസംബർ 27. യെസ്, ഒരു ഡിസംബർ വെക്കേഷൻ്റെ എല്ലാവരും കൂടി കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് മൂന്നാർ എത്തി. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് വന്നത്. അയ്യോ, ഒരുപാട് യാത്ര ചെയ്തു. ഒരുപാട് യാത്ര എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് യാത്ര. മൂന്നാർ യാത്ര 12 മണിക്കൂർ എന്ന് ആരും വിശ്വസിക്കില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്മസിൻ്റെ നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. അത് കാരണം ആലുവയിൽ നിന്ന് മൂന്നാറിലേക്ക് 12 മണിക്കൂർ എടുത്തു. ഞങ്ങൾ രാത്രി എത്തി. ഭയങ്കര ടയർഡായത് കാരണം എല്ലാവരും കിടന്നുറങ്ങിപ്പോയി. കാരണം രാത്രിത്തെ വിഷ്വൽസ് ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എത്തിയേക്കണത് ഡ്രീം വാലി റിസോർട്ട്. ഇതാണ് നമ്മളുടെ റിസോർട്ട്, ഡ്രീം വാലി. ഇത് ഏറ്റവും പൊക്കത്താട്ടോ, ഒരുപാടുണ്ട്. മൂന്നാറിൽ നിന്നും ഒരു 40 കിലോമീറ്റേഴ്സ് വീണ്ടും 40-45 കിലോമീറ്റേഴ്സ് വീണ്ടും ഉള്ളിലേക്കുണ്ട്. ഒരുപാട് കയറിയാല ഈ റിസോർട്ടിൻ്റെ നൈസ്. ഇവിടെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഫുൾ ഗ്രീനറിയാണ്. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. കുറേ നല്ല ഫോട്ടോസ് എടുക്കാനുള്ള ഏരിയാസ് ഇവിടെ ഉണ്ട്. നമ്മൾ ആ ഭാഗത്താണ് നമ്മളെ റൂം. ഇന്നലെ രാത്രി എത്തിയ കാരണം ആ റൂമിൻ്റെ ഒന്നും ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ടയർഡായിരുന്നു. 12 hours ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് മതിയായി. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഓക്കെ, നൈസാണ്. ഇന്ന് രാവിലെയാണ് കംപ്ലീറ്റ് ഒന്ന് കാണാൻ പറ്റിയത്. ഒരുപാട് രാത്രിയായി. ക്യാമ്പ് ഫയർ നടക്കുമ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇത് ഇവിടെയാണ് ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലം. അടിയിൽ കൂടെ സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ വഴി അവിടേക്ക് എത്തണം. അല്ല, അത് അവിടെ ഒന്നും ഇല്ല. ഏറ്റവും അറ്റത്താണ്. നൈസാണ്, നല്ല രസമുണ്ട് കാണാൻ. ഡ്രീം വാലി റിസോർട്ട്, നൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഫുഡ് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് പോകണം. അവിടെയാണ് റെസ്റ്റോറൻറ്റ്. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ ഇല്ല, വരും വ്യൂ. ഇവിടെ പൂളുണ്ട്, ബട്ട് കൊറോണ ആയത് കാരണം ആരും യൂസ് ചെയ്യാറില്ല. കാണിച്ചു തരാം. കൊറോണയ്ക്ക് കാരണം പൂളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കളറൊക്കെ മാറിയിരിക്കുന്നത്. ഇവിടുന്ന് താഴോട്ട് പോകുമ്പോഴാണ് റെസ്റ്റോറൻറ്റ്. ആൻഡ് റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ നല്ലതാണ്. പക്ഷേ എല്ലാ ഫുഡിനും കുറച്ച് റേറ്റ് കൂടുതലാണ്. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് റെസ്റ്റോറൻറ്റ് ബാക്ക് വ്യൂ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ശേഷം മൂന്നാറിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഫ്രീ ആയപ്പോൾ 1 day നമുക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്ത പ്ലാനാണ്. അതാണ്. റൂംസൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കാറ് ഭയങ്കര തിരക്കായിരുന്നു. 12 മണിക്കൂർ എടുത്ത് മൂന്നാർ വന്നിട്ട് എത്തിയാൽ തന്നെ എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. ആകെ ടയർഡായി പോയി. ഗാർഡൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ വഴി നമ്മൾ അടിയിലേക്ക് പോകണം. അവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതേ ക്യാമ്പ് ഫയറിൻ്റെ സ്പോട്ടാണ് അത്. ആ ഭാഗമാണ് ക്യാമ്പ് ഫയർ ഉള്ളത്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ കറക്റ്റ് ആ സമയമായിരുന്നു. ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എത്തിയത്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് ചെന്നത്. അപ്പോൾ ആ പോർഷൻ
ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാവരും ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. ഇത് ഉമ്മച്ചി, ഇത് എൻ്റെ ദീദി ഒരാളുള്ളൂ. പിന്നെ ഇത് ദിലുമ, ഇത് സാറുമ്മ, സാറുമ്മയുടെ പൊക്കിറ്റിയ ഫ്രണ്ടാണ്. ഇത് അഫ്സൽക്ക, ഇത് മെമ്പർ മാമച്ചൻ. ഇലക്ഷനൊക്കെ നിന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് പൊളിച്ചിറങ്ങി നിൽക്കുകയാണ്. എനിക്ക് ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ഈ ഫ്ലവറും ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായത് കാരണം ഓരോ നടന്ന് കാണാൻ. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ ഇന്ന് ഫ്രഷായിട്ട് വേഗം ഇറങ്ങും. കാരണം ഇന്നലത്തെ പോലെ 12 മണിക്കൂർ എടുക്കരുത്. അതിന് മുമ്പായിട്ടൊന്ന് വീട്ടിലെത്തണം. അപ്പോൾ ഒന്ന് വേഗം ഫ്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങും. കാരണം ഇന്നും നല്ല തിരക്കുണ്ടാവും. ഞായറാഴ്ചയാണ്. എല്ലാവരും തിരിച്ചു പോകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതൊക്കെ നിങ്ങളിപ്പോൾ തന്നെ ഇനി ഇവിടുന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു സമയമാവും. നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞ് അടിയിലെത്തുമ്പോഴത്തേനും നല്ല ഡിഫറെൻറ്റ് ലെവലിലാണ് അവർ ഓരോ റൂമും സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ അത് ഭയങ്കര രസമാണ്. സൈഡിൽ ഗാർഡനിങ്ങും ഒരുപാട് നല്ല ഫ്ലവേഴ്സും നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി വേഗം പോവാണ്. ഇത് എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ലഗേജ് വെച്ച് അവസാനത്തെ 2-3 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അതിന് ഉമ്മയും എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഡ്രീം വാലി റിസോർട്ട്, അടിപൊളി റിസോർട്ട്, എല്ലാവരും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ലതാണ്.